ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് വാരിക്കോരി നൽകിയ നിർമ്മലാ സീതാരാമൻ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. ബീഹാറിലെ ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്ന മക്കാന കൃഷി വ്യാപിപ്പിക്കാൻ വലിയ വാഗ്ദാനങ്ങളാണ് നിർമ്മലയിൽ നിന്നുണ്ടായത്. ഒരുപക്ഷെ ബീഹാറിന് പുറത്തേക്ക് ആദ്യമായിട്ടായിരിക്കാം പലരും മക്കാന കൃഷിയെ പറ്റി കേൾക്കുന്നത്. ലോക സൂപ്പർ ഫുഡ് വിപണിയിലെ പുതിയ താരമാണ് മക്കാന. ഇതിന് ബീഹാറിന്റെ സ്വന്തം ബ്രാൻഡായി ലോകത്തിന് സമ്മാനിക്കണമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ദീർഘകാല സ്വപ്നവുമാണ്. കഴിഞ്ഞ വർഷം സഖ്യകക്ഷി നേതാവായ ചന്ദ്രബാബു നായിഡുവിന് വേണ്ടി ആന്ധ്രയിൽ മോദി സർക്കാർ മഞ്ഞൾ ബോർഡ് തുടങ്ങിയിരുന്നു. 2025-26 കേന്ദ്ര ബജറ്റ് ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് മക്കാന ബോർഡാണ്. ഇന്ത്യയുടെ ഒരു സവിശേഷ ഭക്ഷ്യ ബ്രാൻഡായി മക്കാനയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഈ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. 100 കോടി രൂപയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ മക്കാന ബോർഡിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ മാംസഭക്ഷണം ഉപേക്ഷിച്ച് സസ്യാഹാരത്തിലേക്ക് തിരിയുന്നവർ അന്വേഷിച്ചെത്തുന്ന സൂപ്പർ ഫുഡായി അടുത്ത കാലത്ത് മക്കാന മാറിയിട്ടുണ്ട്. ഇതിൽ ഉയർന്ന അളവിൽ മാംസ്യം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് കാരണം. പ്രോട്ടീനിന്റെയും ഡയറ്ററി നാരുകളുടെയും സമ്പന്നമായ ഉറവിടമാണ് മക്കാന. ഇതിൽ 10% സസ്യജന്യ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. കൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ സത്ത് കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡിന്റെയും അളവ് കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കും. ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന വിവിധ ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രമേഹത്തിൽ നിന്നും അമിതവണ്ണത്തിൽ നിന്നും സംരക്ഷിക്കുന്ന വിവിധ പദാർത്ഥങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. മക്കാന കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിർമ്മലാ സീതാരാമന്റെ ചിന്തകൾക്ക് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. പരമ്പരാഗതമായും ബീഹാറിലെ മല്ല സമുദായത്തിൽപ്പെട്ടവരാണ് ഇതിന്റെ വിളവെടുപ്പ് നടത്തുന്നത്. മത്സ്യത്തൊഴിലാളികളും വഞ്ചിക്കാരും ഉൾപ്പെടുന്ന ഈ സമുദായം ബീഹാർ ജനസംഖ്യയുടെ 2.6% വരും. സമുദായത്തിലെ 1 ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മല്ല സമുദായം ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ നിർണായക വോട്ട് ബാങ്കാണ്. മറ്റ് കീഴ്ജാതിക്കാരുടെ ഇടയിൽ ഇവർക്ക് നല്ല സ്വാധീനവുമുണ്ട്. മക്കാന ബോർഡ് പ്രഖ്യാപനം ഈ വോട്ട് ബാങ്കിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് അനുകൂലമായി തിരിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റു വിളകളെ പോലെ വയലുകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാമെന്നായതോടെ ബീഹാറിൽ മക്കാന കൃഷി അതിവേഗം വ്യാപിച്ചു. 2022 ഏപ്രിൽ മിഥില മക്കാന എന്ന ഭൗമസൂചിക അഥവാ GI ടാഗ് ലഭിച്ചതോടെ മക്കാനയുടെ വിപണി മൂല്യം കുതിച്ചുയർന്നു. മിഥില മക്കാനയ്ക്കുള്ള GI ടാഗ് ബീഹാറിലെ 21 ജില്ലകളിൽ കൃഷി ചെയ്യുന്ന മക്കാനക്കാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ പുതിയ സംരംഭകരും സ്റ്റാർട്ടപ്പുകളും മക്കാനയുടെ വിപണന മേഖലയിലേക്ക് കടന്നു വന്നു. രാജ്യത്തെ മക്കാന ഉൽപാദനത്തിന്റെ 85% ബീഹാറിൽ നിന്നാണ്. NDAയുടെ ശക്തി കേന്ദ്രങ്ങളായ കോസി മേഖലയിലും സീമാഞ്ചൽ മേഖലയിലും കൃഷിയുണ്ട്. 35,000 ഹെക്ടറിലാണ് നിലവിൽ കൃഷിയുള്ളത്. മക്കാന ബോർഡ് വരുന്നതോടെ അടുത്ത 2 വർഷത്തിനുള്ളിൽ കൃഷി ഇരട്ടി സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ BJPയുടെ ഈ പ്രഖ്യാപനം നിതീഷ് കുമാറിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.